ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരക്ഷരം മാറിയാൽ കുഴപ്പമാകുന്ന അപ്പം. അതെന്ന് റിമി ടോമിയുടെ ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു കുഴലപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമുക്കിന്ന് അതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പോളം ചോറും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങ ഒരു 6-7 ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് നല്ല ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട. അപ്പോൾ ചോറ് ഞാൻ ഇട്ടപ്പോൾ ഒരല്പം ഒന്ന് കുറഞ്ഞു പോയി. കറക്റ്റായിട്ട് മാവ് എടുത്തത് 1 കപ്പ് മാവിനാണെങ്കിൽ ആ ചോറ് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ മാവ് പിന്നീട് എടുത്തത് കൊണ്ട് ചോറ് ഇച്ചിരി കുറവായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മാവ് എടുക്കുവാണെങ്കിൽ 3/4 കപ്പ് ചോറ് ചേർക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അപ്പോൾ ജാറിൽ ഒത്തിരി നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാനത് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലപോലെ കട്ടയായി വരും ഒന്നുകൂടെ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചോറ് കറക്റ്റ് അളവിനിടുവാണെങ്കിൽ വെള്ളം ഒട്ടും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ നനച്ചാൽ മാത്രം മതി. ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കുകയും ചെയ്യരുത്. ഇത് നമ്മൾ നല്ലപോലെ കുഴച്ച് എടുക്കുക. അപ്പോൾ വെള്ളം നോക്കി വെള്ളം ഒഴിക്കേണ്ടത് വരത്തില്ല. ചോറിൻ്റെ അളവൊന്ന് കുറഞ്ഞു പോയണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമുക്ക് കുഴച്ച് എടുക്കാം. മറ്റേ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ തന്നെ ആ പരുവത്തിൽ കിട്ടും. പിന്നെ ഒന്ന് കൈകൊണ്ട് കൂടി കുഴയ്ക്കുമ്പോൾ ശരിയാവും. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഒരു കൂടിപ്പോയാൽ ഒരിച്ചിരി 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇപ്പോൾ സ്കൂൾ അവധിയൊക്കെ അല്ല, നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരാ കഴിക്കുന്നതൊക്കെ കാണും നമുക്ക് കിട്ടുന്ന മനസ്സമാധാനവും സന്തോഷവും അത് പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിലാകുമ്പോൾ നമ്മൾ വേറെ ഒന്നും എണ്ണയായാലും നമ്മൾ നല്ല ശുദ്ധമുള്ള എണ്ണയാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ മക്കൾക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാനിതാ ചപ്പാത്തി പ്രസ് പൂരി പ്രസ്സില്ലേ അതിനകത്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അമർത്തിയെടുക്കുക. അതിന് ശേഷം ഈ വിരൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് ഇളകി ഒന്നും പോകത്തില്ല. ഇത്രയും മതിയാവും. ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. ഇതുപോലെ വച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതിയാവും. വിരലിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതാ 2 വശത്തു നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കുഴലപ്പം ഇവിടെ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നനച്ച് കൊടുത്താലും മതി. ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റായിട്ടോ, നല്ല മുറാന്നുള്ള നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കുഴലപ്പം കേട്ടോ. നമ്മൾ ഈ ജീരകം ചേർക്കുന്ന അതിൻ്റെ മണവും ചുമന്നുള്ളി വെളുത്തുള്ളിയുടെ ആ മണവും അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ എനിക്ക് വീഡിയോ ഇടണമെന്നുള്ള ആ ഒരു എന്താ പറയാൻ അതിനുള്ള ഒരു ധൈര്യവും വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതാ ഇതുപോലെ ഇനി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തീ ഒന്ന് നല്ല കൂട്ടി വെച്ച് എണ്ണ നല്ല തിളച്ചതിന് ശേഷം ഒരല്പം തീ കുറച്ച് വയ്ക്കുക. ഒരു ഫുൾ തീയിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ കുഴലപ്പം ഞാൻ ആദ്യ സ്റ്റെപ്പ് വറുത്ത് കോരിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത്തത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം കട്ടൻ ചായയോ കാപ്പിയോ ചായ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ ഞാൻ എല്ലാം ഇവിടെ ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബൈ.